നമസ്കാരം, ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇതെൻ്റെ 183-ാമത്തെ എപ്പിസോഡാണ്. ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ശ്രീ മൂലമഹാഗണപതി ഭഗവാനെ എങ്ങനെ നമുക്ക് ഇഷ്ടദേവനാക്കി പ്രാർത്ഥിക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. ഇതെൻ്റെ ഒരു അനുഭവ സാക്ഷ്യം കൂടിയാണ്. ഇതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ദി അൾട്ടിമേറ്റ് വേസ് ഓഫ് വർഷിപ്പിംഗ് ലോർഡ് ഗണേശ. അതാണ് എൻ്റെ ദി അൾട്ടിമേറ്റ് വേസ് ഓഫ് വർഷിപ്പിംഗ് ലോർഡ് ഗണേശ. അപ്പോൾ ഞാനൊരു ഗണപതി ഭക്തനാണ്. എൻ്റെ വീട് കൊട്ടാരക്കരയാണ്. അപ്പോൾ കൊട്ടാരക്കര ഞാനൊരു 10 വയസ്സ് മുതലാണ് അവിടെ താമസിക്കാൻ തുടങ്ങിയത്. കാരണം അച്ഛൻ ട്രാൻസ്ഫറൊക്കെ ആയി. അച്ഛൻ കോടതി ഹെഡ് ക്ലർക്കായിട്ട് ഇരുന്ന ആളാണ്. അച്ഛൻ്റെ പേര് രാധാകൃഷ്ണൻ എന്നാണ്. അപ്പോൾ അങ്ങനെ അവിടുന്ന് പിന്നെ കൊട്ടാരക്കര വന്ന്, അമ്മയുടെ വീട് കൊട്ടാരക്കരയാണ്. അങ്ങനെ അവിടെ വന്നൊരു വീടൊക്കെ വെച്ചപ്പോൾ ആ വീട്ടിൽ നിന്ന് നോക്കിയാൽ ഗണപതി അമ്പലം കാണാം, കൊട്ടാരക്കര ഗണപതി അമ്പലം കാണാൻ പറ്റുമായിരുന്നു. അപ്പം പിന്നെ എൻ്റെ 10ാമത്തെ വയസ്സിനുള്ളിൽ ഞാൻ എന്നും രാവിലെ ഗണപതി അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വന്നിട്ട് മാത്രമേ ആഹാരം കഴിക്കത്തുള്ളായിരുന്നു. അപ്പോൾ ഒരിക്കലും എനിക്ക് ഗണപതി അമ്പലത്തിൽ ചെന്നപ്പോൾ തെക്കോട്ട് ദർശനമായിരിക്കുകയാണ് അവിടെ ഭഗവാനെ നടയിൽ സാഷ്ടാംഗം പ്രണാമം ചെയ്യാൻ തോന്നി എനിക്ക്. അങ്ങനെ ആദ്യം പ്രകാരം പ്രണാമം ചെയ്തിട്ട് ഞാൻ എന്നെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ പിന്നെ ഒരു ഗണപതി ഭഗവാനാണ് ഞാൻ അടിയറവ് പറഞ്ഞത്. അന്ന് പിറ്റേന്ന് ക്ഷേത്ര ദർശനത്തിനെത്തിയ എന്നെ ഒരു പട്ടി കയറി കടിച്ചു റോഡിൽ വെച്ച്. അപ്പോൾ എന്നിട്ട് ഞാൻ ക്ഷേത്ര ദർശനത്തിന് പോയിട്ട് വന്നിട്ട് ആ വീട്ടിൽ തിരിച്ച് കയറിയുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഗണപതി അമ്പലത്തിലേക്കുള്ള വഴിയുടെ നടുക്ക് കൂടിയാണ് കൊല്ലം ചെങ്കോട്ട പാത, അതായത് റോഡ് ഉള്ളത്. അപ്പോൾ നടു റോഡിൽ വെച്ച് എന്നെ ഒരു പട്ടിയാണ് കടിച്ചത്. അപ്പോൾ എന്നെ ആ പട്ടിയോട്ട് കാണാനും പറ്റിയില്ല. അതിനാൽ വീട്ടിൽ ചെന്ന് അച്ഛനോടും അമ്മയോടും വിവരം പറഞ്ഞപ്പോൾ, അമ്മയുടെ പേര് ഭാരതിയമ്മ എന്നാണ്, അച്ഛനോടും അമ്മയോടും വിവരം പറഞ്ഞപ്പോൾ അച്ഛൻ ഉടൻ തന്നെ എന്നെ അടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പോൾ മുറിവ് പരിശോധിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു പട്ടിയെ തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് പൊക്കിളിന് ചുറ്റും 3 ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് എന്നെ അവിടെ ടേബിളിൽ കിടത്തി കഴിഞ്ഞപ്പം ഒരു അത്ഭുതം എന്ന് പറയാൻ അല്ലാതെ മഹാത്ഭുതം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ നടു റോഡിൽ വെച്ച് കടിച്ച പട്ടിയെ എനിക്ക് അറിയത്തില്ലല്ലോ. അപ്പം അവിടെ ഹോസ്പിറ്റലിൽ ഡോക്ടർ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് പിന്നെ കമ്പൗണ്ടറോട് പറഞ്ഞ് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് സൂചിയായിട്ട് വന്ന് എന്നെ കുത്തിവയ്ക്കാൻ തുടങ്ങി ആ സമയത്ത് ഒരാൾ ഓടിക്കതച്ചോണ്ട് വന്ന് പറഞ്ഞു, ഇത് ഞങ്ങളുടെ വീട്ടിലെ പട്ടിയാണ്, ഇതിന് യാതൊരു കുഴപ്പമില്ല, ഞങ്ങൾ 10-20 ദിവസം വേണമെങ്കിൽ ഇതിനെ കെട്ടിയിട്ട് നോക്കിക്കോളാം, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് അച്ഛനോട് പറഞ്ഞു. അപ്പോൾ അച്ഛനെ അറിയാവുന്ന ആരോ ആയിരുന്നത്. അങ്ങനെ എന്തായാലും പിന്നെ ആ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നില്ല എനിക്ക്. അപ്പോൾ അതിനപ്പോൾ പറഞ്ഞു വന്നത്, അപ്പോൾ ഒരു ദൈവാധീനം അപ്പോൾ അവിടെ പിന്നെ എനിക്കുണ്ടായതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നേനെ. അപ്പം അങ്ങനെ കുത്തിവെപ്പ് എടുക്കേണ്ടി വന്നില്ല എനിക്ക്. പിന്നെ 10-20 ദിവസം കഴിഞ്ഞപ്പം ഇടയ്ക്കിടയ്ക്ക് ആ പിന്നെ അതിൻ്റെ ഉടമസ്ഥൻ വീട്ടിൽ നിന്ന് പറയുമായിരുന്നു കുഴപ്പമൊന്നുമില്ല, പട്ടിക്ക് ഇപ്പോഴും പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമായിരുന്നു. അങ്ങനെ ഈ സംഭവം ഞാൻ യാദൃശ്ചികമായിട്ട് പറഞ്ഞാണെങ്കിലും എനിക്ക് ആ ഒരു സംഭവത്തിന് ശേഷം പിന്നെ ദൈവാധീനം, എല്ലാ കാര്യത്തിലും ദൈവാധീനമുള്ള ഒരാളാണ്. പിന്നെ ചില പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. എന്നാൽ തന്നെയും ടെസ്റ്റ് എഴുതുമ്പോഴും ഒരു 10-12 ടെസ്റ്റ് എഴുതിയാൽ എനിക്കൊരു 10ഓളം ടെസ്റ്റിന് റാങ്ക് കിട്ടുകയും എനിക്കിഷ്ടമുള്ള ജോലി തിരഞ്ഞെടുക്കുകയും ചെയ്യാമായിരുന്നു. സെക്രട്ടേറിയറ്റ് വരെയുള്ള ജോലിക്ക് എനിക്ക് പിന്നെ റാങ്ക് കിട്ടിയ ആളാണ്. ആദ്യം ട്രാൻസ്പോർട്ടിൽ പിന്നെ റാങ്ക് കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ, അവസാനം ഇലക്ട്രിസിറ്റി ബോർഡിലാണ് ഞാൻ വർക്ക് ചെയ്തത് 30 വർഷത്തോളം. 77 കയറിയിട്ട് 2005 ഞാൻ ഇറങ്ങി. അപ്പോൾ 28 വർഷം ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മുടെ ഈശ്വരാനുഗ്രഹം അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിട്ടുള്ള ഒരാളാണ്. അപ്പം ഭഗവാൻ ശ്രീ മൂലമഹാഗണപതി കുടികൊള്ളുന്ന ക്ഷേത്രമാണ് കൊട്ടാരക്കര ശ്രീ ഗണപതി ക്ഷേത്രം. അവിടുത്തെ ഉണ്ണിയപ്പൻ ലോകപ്രസിദ്ധം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇനി ഞാൻ പറഞ്ഞു വന്നത്, ഈ മഹാഗണപതി ഭഗവാനെ നമ്മൾ ചെന്ന് ഏത് അമ്പലത്തിലായാലും മതി, അവിടെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠയായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ പിന്നെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ചെന്നിട്ട് നമ്മൾ ഗണപതി ഭഗവാന്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചാൽ, അതായത് പുരുഷന്മാർ, സ്ത്രീകൾക്ക് സാഷ്ടാംഗം നമസ്കരിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ പുരുഷന്മാർ സാഷ്ടാംഗം നമസ്കരിച്ച് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ കൈയൊഴിയത്തില്ലെന്നാണ് പറയുന്നത്. ഭഗവാൻ അപ്പം നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളൂ എന്നാണ് പറയുന്നത്. എനിക്ക് എൻ്റെ അനുഭവമാണ്. ഇപ്പോൾ എനിക്ക് 74 വയസ്സാകുമ്പോൾ പോകുന്നു. ഇതുവരെ ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാ കാര്യങ്ങളിലും അപകടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നപ്പോഴൊക്കെ എൻ്റെ കൂടെ നിന്ന ആളാണ് മൂലമഹാഗണപതി ഭഗവാൻ. അപ്പം പിന്നെ സ്ത്രീകൾക്ക് പക്ഷേ ഗണേശൻ്റെ മുമ്പിൽ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അത്
പിന്നെ പഴമക്കാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് സ്ത്രീകൾക്ക് ഈ സാഷ്ടാംഗ നമസ്കാരം പറഞ്ഞിട്ടില്ല, പുരുഷന്മാർ മാത്രം സാഷ്ടാംഗ നമസ്കാരം ചെയ്താൽ മതി. പിന്നെ സ്ത്രീകൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇനി ഗണേശ പുരാണം അനുസരിച്ച് എന്താണ് പറയുന്നതെന്ന് നോക്കാം. 2 തരത്തിൽ ഗണേശനെ ആരാധിക്കുമെന്നാണ് ഗണേശ പുരാണം പറയുന്നത്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് മെഡിറ്റേഷനാണ്, ധ്യാനം. അപ്പം ഈ രീതിയിൽ, അതായത് ധ്യാനം എന്ന് പറഞ്ഞ രീതിയിൽ ഗണേശനെ പരമാത്മാവായിട്ട് നമ്മൾ സങ്കല്പിച്ച് ധ്യാനിച്ചാൽ മതി. അതിന് രൂപമൊന്നും കാണാതെ, പരമാത്മാവിന് രൂപമൊന്നും ഇല്ലല്ലോ. അപ്പം അങ്ങനെ നമ്മൾ പിന്നെ കുളിച്ച് ശുദ്ധമായിരുന്ന് രാവിലെ ഒരു 5-10 മിനിറ്റ് നേരം ധ്യാനിച്ചാൽ മാത്രം മതി. അപ്പം ഗണേശന് ഓം ഗണേശായ നമഃന്നോ ഒക്കെ പറഞ്ഞാൽ മതി. ഗണേശനെയാണ് നമ്മളപ്പോൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഒരു രൂപം മുൻപിൽ കാണണം. കാരണം ഗണേശൻ്റെ രൂപം തന്നെ നമുക്ക് പിന്നെ ഫോട്ടോ ആയാലും പിന്നൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അത് മുമ്പിൽ വെച്ചിട്ട് നിവേദ്യം സമർപ്പിച്ചിട്ടും പ്രാർത്ഥിക്കാം. അത് രണ്ടാമത്തെ രീതിയാണ്. അപ്പോൾ അത് പിന്നെ സ്ത്രീകൾ ഈ പീരീഡ് ടൈമിലൊന്നും നിവേദ്യം സമർപ്പിക്കുകയോ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് മുട്ടുകുത്തിയിരിക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ ആദ്യത്തെ രീതി മെഡിറ്റേഷൻ, ധ്യാനം. ഗണേശനെ പരമാത്മാവായിട്ട് സങ്കല്പിച്ച് ധ്യാനിക്കണം. രണ്ടാമത്തത് ഒരു രൂപം, അതായത് ഗണേശൻ്റെ ഒരു രൂപമോ അതായത് ഒരു വിഗ്രഹമോ അല്ലെങ്കിൽ ഒരു പടമോ മുമ്പിൽ വെച്ചിട്ട് നമ്മളത് നോക്കിയിട്ട് പിന്നെ നിവേദ്യം സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കണം. അത് നിവേദ്യം എന്ന് പറയുന്നത് പൂക്കളാകാം, പിന്നെ മോദകം. കൊച്ചുനാളിൽ ഞാൻ പിന്നെ ഈ പഴം ഇതെല്ലാം, പഴവും ശർക്കര എല്ലാം കൂടെ ഇട്ട് നിവേദ്യം കൊടുക്കുമായിരുന്നു. പിന്നെ നമ്മൾ പറയുമല്ലോ, എന്തായാലും പേര് പറയുന്നത് അങ്ങനെ അത് ഇപ്പം ഞാൻ ഓർക്കുന്നില്ല. പഴവും ശർക്കരയൊക്കെ ഇട്ട് ത്രിമധുരമായിട്ട് ഞാൻ നിരീക്കുമായിരുന്നു എൻ്റെ 10 വയസ്സിൽ. അപ്പം പിന്നെ അതിപ്പം ഇതിനകത്ത് ഗണേശ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന അങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താലും മതി. പൂക്കളോ മോദകമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ത്രിമധുരമോ ആയാലും മതി എന്ന് പറയുന്നുണ്ട്. അതൊന്നും അറിയാതെ അന്ന് ഞാൻ ചെയ്തത്. പിന്നെ ഇനി നിവേദ്യം സമർപ്പിക്കാതെ താഴെ പറയുന്ന മന്ത്രം 3 തവണ ജപിച്ചാൽ മതിയാവും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രം എന്ന് പറയുന്നത്. ഓം ഏകദന്തായ വിദ്മഹി വക്രതുണ്ടായ ധീമഹി തന്നോ ദന്ത പ്രചോദയാത്. അത് ഗണപതി ഗായത്രിയാണ്. അതും 3 തവണ ചൊല്ലിക്കഴിഞ്ഞ് ഒരു നിവേദ്യം ഇല്ലെങ്കിലും ഗണേശൻ്റെ മുമ്പിൽ ഫോട്ടോയോ അല്ലെങ്കിൽ വിഗ്രഹങ്ങളോ വെച്ചിട്ട് നമുക്ക് ചൊല്ലാവുന്നതാണ്. പിന്നെ അതല്ലെങ്കിൽ ഓം ഗണപതായേ നമഃ എന്ന് മാത്രമായാലും മതി. അതും മിനിമം 3 തവണ ചൊല്ലണം എന്നുള്ളതേ ഉള്ളൂ. അത് 3 തവണ എന്നുള്ള ഈ താന്ത്രികമായ ചില കണക്കുകളാണ് 3 തവണ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ സ്ത്രീകൾ പീരീഡ് ടൈംസിന് മാത്രമേ ഉള്ളൂ നിവേദ്യം കൊടുക്കുകയും ചെയ്യരുത്. ഇങ്ങനെ പ്രത്യേകം ധ്യാനമോ പ്രാർത്ഥനയോ ഒന്നും വേണ്ട. അവരുടെ ആ ഒരു 7 ദിവസത്തേക്ക് ഇതൊന്നും ചെയ്യേണ്ടെന്നാണ് പുരാണങ്ങളിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള താന്ത്രിക ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. ഇത് ഗണേശനോടുള്ള എനിക്ക് നേരത്തെ ചെയ്യേണ്ടതായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം എൻ്റെ 183ാമത്തെ എപ്പിസോഡിൽ എനിക്കത് സാധിച്ചുള്ളൂ. കാരണം വേറെ ഓരോ കാര്യങ്ങളിങ്ങനെ വന്ന് ഇന്നിപ്പം മനസ്സിൽ ഈ ഒരു സംഭവമാണ് എൻ്റെ മനസ്സിൽ വന്നത്. അത് ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായിട്ട് സമർപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.